ഹലോ ട്രേഡേഴ്സ്, ഇന്ന് ഏപ്രിൽ 11 വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഇതിനു മുന്നേ ഓപ്പണിംഗിൽ ഒരു സിമ്പിൾ പ്രൈസ് ആക്ഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ബൈ സ്ട്രാറ്റജിയെ കുറിച്ചാണ് വീഡിയോ ചെയ്തിരുന്നത്. അതായത് ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് എന്നാണ് എൻ്റെ സ്ട്രാറ്റജിയുടെ പേര് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ആ സ്ട്രാറ്റജി വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ ദയവായിട്ട് ഞാൻ ആ വീഡിയോയുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പം അതുകൂടാതെ ആ പ്ലേലിസ്റ്റിനകത്ത് ആ സ്ട്രാറ്റജിയുടെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് ആ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ഓപ്പണിംഗിൽ എടുക്കാമായിരുന്ന ദിവസങ്ങളിലെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ദിവസങ്ങളിൽ ഈ സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റുമെന്നുള്ള വീഡിയോസ് കൂടെ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ഈ ഒരു സ്ട്രാറ്റജിയുടെ കണ്ടീഷൻസ് ഫോം ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നമുക്കിപ്പോൾ 1-2 ദിവസം ചിലപ്പോൾ നമുക്ക് ഇത് കണ്ടോണ്ട് ചിലപ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയെന്നും വരത്തില്ല. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് ഒരേ സെറ്റപ്പ് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് അത് നമുക്ക് അതിന്റെ കണ്ടീഷൻസ് എല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നമുക്കൊരു കൺവിക്ഷനോടുകൂടി എൻട്രി എടുക്കാൻ പറ്റും. അപ്പം ദയവായിട്ട് നിങ്ങൾ ആ പ്ലേലിസ്റ്റിലുള്ള ആ സ്ട്രാറ്റജി വീഡിയോസ് പ്ലസ് ആ സ്ട്രാറ്റജി പ്രകാരം ട്രിഗർ ആയിട്ടുള്ള ദിവസങ്ങളിലെ വീഡിയോസ് നിങ്ങൾ കാണുക. അപ്പം ഇന്ന് ആ ഒരു സ്ട്രാറ്റജി പ്രകാരം ആ സെറ്റപ്പ് പ്രകാരം നമുക്ക് ഓപ്പണിംഗിൽ എൻട്രി എടുക്കാൻ പറ്റുന്ന വേറെ ദിവസമായിരുന്നു ഇന്ന് ഏപ്രിൽ 11 വെള്ളിയാഴ്ച. അപ്പം ഇത്രയും മൾട്ടിപ്പിൾ ദിവസങ്ങളിലെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് അതൊരു നല്ലതായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടതെന്നുള്ളത്. അപ്പം എപ്പോഴും നമുക്ക് ഒരു ഓപ്ഷൻ ബയേഴ്സിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ ഒരു സെറ്റപ്പിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ദിവസം ഇന്നൊരു സെറ്റപ്പ് നമ്മൾ ട്രൈ ചെയ്തു, വേറെ അടുത്ത സെറ്റപ്പ് ട്രൈ ചെയ്യും. അപ്പൊ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആണ് അപ്പം ഏത് സെറ്റപ്പ് ഏത് ദിവസം നോക്കണം എന്നൊക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും നല്ലത് നമ്മൾ ഒരു സെയിം സെറ്റപ്പ് തന്നെ നമ്മൾ നിരന്തരം നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു എക്സ്പേർട്ട് ആവാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത് മിക്കവാറും ദിവസങ്ങളിൽ മാർക്കറ്റിന് ഓപ്പണിംഗിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഒരു മാസം മൾട്ടിപ്പിൾ ഡേയ്സ് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഓപ്പണിംഗ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ സ്ട്രാറ്റജി കാണുക, ഈ വീഡിയോ കാണുക. അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകും. അപ്പൊ നമുക്ക് ഈ സ്ട്രാറ്റജി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് ഓപ്പണിംഗിന്റെ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് ആണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം ഇൻസൈഡ് ബാർ എന്താന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം ജസ്റ്റ് ഞാനിപ്പം അറിയാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് അതുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇൻസൈഡ് ബാർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതിലുള്ള അതായത് ഒരു ക്യാൻഡിൽ ഫോം ചെയ്തതിനു ശേഷം അത് 1 മിനിറ്റിലാവാം 5 മിനിറ്റിലാവാം ഏത് ടൈം ഫ്രെയിമിലും ആവാം. അതിനുശേഷം അതേ ടൈം ഫ്രെയിമിൽ തന്നെ സബ്സീക്വന്റ് ആയിട്ട് വരുന്ന ക്യാൻഡിലുകൾ ആദ്യത്തെ നമ്മൾ ഏത് സമയത്തെ ക്യാൻഡിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ ക്യാൻഡിലിനകത്തായിട്ട് ക്യാൻഡിലുകൾ വരുന്നതിനാണ് നമ്മൾ ഇൻസൈഡ് ബാർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഇൻസൈഡ് ബാർ ഫോർമേഷൻ നമ്മൾ നോക്കുന്നത് ഓപ്പണിംഗിലാണ്, മാർക്കറ്റിന് ഓപ്പണിംഗിലാണ് നമുക്ക് ഇൻസൈഡ് ബാറിന്റെ ഫോർമേഷൻ വേണ്ടത്. അപ്പം ആ ഇൻസൈഡ് ബാർ ഫോം ചെയ്യുന്നത് ഒന്നെങ്കിൽ 1 മിനിറ്റിലാവാം അല്ലെങ്കിൽ 5 മിനിറ്റിലാവാം. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ 1 മിനിറ്റിൽ ചിലപ്പം ഇൻസൈഡ് ബാർ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ നമ്മൾ 5 മിനിറ്റ് നമ്മൾ നോക്കണം. അപ്പൊ 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് 1 മിനിറ്റിൽ തന്നെ നമുക്ക് ഇൻസൈഡ് ബാർ ഫോർമേഷൻ കിട്ടും. അപ്പം നമുക്ക് 1 മിനിറ്റിലോ അല്ലെങ്കിൽ 5 മിനിറ്റിലോ നമുക്ക് ഇൻസൈഡ് ബാർ കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻസൈഡ് ബാർ ഫോം ചെയ്തിരിക്കുന്നത്. 1 മിനിറ്റിലാണോ 5 മിനിറ്റിലാണോ നമുക്ക് നോക്കാം. അപ്പം ഇന്ന് മാർക്കറ്റ് നിങ്ങൾക്കറിയാം, അതായത് ഇന്ന് മാർക്കറ്റ് ഒരു ഹ്യൂജ്, അതായത് 300 പോയിന്റിന്റെ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതുകൂടാതെ അപ്പൊ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ പേടിയുള്ളത് ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഓപ്പണിംഗിൽ വീണ്ടും ഒരു സെല്ലിംഗ് വരത്തില്ല. അതായത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോരാം, അങ്ങനെ ഒരു സാധ്യത എപ്പോഴും ഉണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നെയും 300 പോയിന്റ് ഒക്കെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു കോൾ സൈഡിലോട്ട് എൻട്രി എടുക്കാൻ പറ്റുമെന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് നടന്ന ലെവൽ ഇവിടെ ഉണ്ട്. ഇത് 1 അവർ ചാർട്ടാണ്. അപ്പം ഇന്ന് 300 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന് മുകളിലാണ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു സെല്ലിംഗ് ലെവലിന്റെ മുകളിലാണ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴും റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതേ ലോജിക്ക് വെച്ചിട്ട് നമ്മളിവിടെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇനിയിപ്പം ഒരു പുട്ട് സൈഡിലോട്ട് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോകാതെ നമുക്ക് പുട്ട് സൈഡിലോട്ട് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല.
അപ്പൊ നമുക്കൊരു ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, അതായത് നമ്മൾക്ക് ഒരു എൻട്രി എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം നമുക്ക് വേണ്ടി കൺവെൻഷൻ എന്താണ്, പുട്ട് മേടിക്കണോ കോള് മേടിക്കണോ. അപ്പൊ നമുക്കിപ്പം ഈ ഒരു കാര്യം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേനും, ഓപ്പണിംഗിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നമുക്ക് ഇവിടെ പുട്ട് സൈഡിലോട്ടല്ല നമുക്ക് എൻട്രി ട്രിഗർ ആയിരിക്കുന്നത്, പിന്നെ എങ്ങോട്ടാണ്, കോൾ സൈഡിലോട്ടാണ്. ഇനി നമുക്ക് വേണ്ടി നമുക്ക് സെറ്റപ്പ് ഫോം ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത് 5 മിനിറ്റിലോട്ട് നമുക്കൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിലാണ് ഇത്. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ ഇതിനകത്തല്ല ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം ഒന്നെങ്കിൽ 1 മിനിറ്റിലായിരിക്കണം ഇൻസൈഡ് ബാർ ഫോർമേഷൻ വരേണ്ടത്, അല്ലെങ്കിൽ 5 മിനിറ്റിലായിരിക്കണം. നമുക്ക് 5 മിനിറ്റിൽ നമുക്ക് ഇതില്ല. അപ്പൊ നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ 1 മിനിറ്റിൽ ടൈം ഫ്രെയിമിലാണ് നിങ്ങൾ ചാർട്ട് നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ 1 മിനിറ്റിൽ വൺ സൈഡ് ബാർ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ 5 മിനിറ്റിലോട്ട് അതിനുശേഷം ചാർട്ട് മാറ്റുക. അപ്പം സപ്പോസ് ഇപ്പൊ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേനും നമ്മൾ 1 മിനിറ്റിലാന്ന് വിചാരിക്കുക. അപ്പൊ 1 മിനിറ്റിൽ നമുക്കൊന്ന് മാറ്റാം. അപ്പൊ 1 മിനിറ്റിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഇൻസൈഡ് ബാറിന്റെ ഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് എക്സാക്ട്ലി അതായത് കൃത്യം ഈ ഒരു 1 മിനിറ്റ് ക്യാൻഡിലിനകത്തല്ല രണ്ടാമത്തെ ക്യാൻഡിൽ വന്നിരിക്കുന്നത്, എന്നാൽ പോലും റീസണബിളി ഇതൊരു ഇൻസൈഡ് ബാർ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹ്യൂജ് സെല്ലിംഗ് നടന്ന, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലാണ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ലെവൽ നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു സപ്പോർട്ടിന് മുകളിൽ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇതെന്ന് പറയുന്നത് നമ്മൾ കോൾ സൈഡിലോട്ടുള്ള എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ നമുക്ക് എന്താണ്, അതായത് ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ഓപ്പണിംഗ് മാർക്കറ്റ് നമുക്ക് തന്നു. അപ്പൊ നമ്മൾ ഒരു കോൾ സൈഡിലോട്ടാണ് നമ്മൾ എൻട്രി എന്നുള്ളൊരു കൺവിക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത് വേണ്ടി നമുക്ക് സെറ്റപ്പാണ് വേണ്ടിയത്. അപ്പം നമുക്ക് ഇവിടെ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് ആണ് നമ്മുടെ സെറ്റപ്പ്. അപ്പം 1 മിനിറ്റിൽ ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടന്നു. അതിനുശേഷം എന്താ സംഭവിച്ചിരിക്കുന്നത്, മാർക്കറ്റ് ആ ഇൻസൈഡ് ബാർ, അതായത് ഓപ്പൺ 1 മിനിറ്റിന്റെ ഇൻസൈഡ് ബാറിന്റെ ബ്രേക്ക്ഔട്ട് സംഭവിച്ചു. അതിനുശേഷം നമുക്ക് വേണ്ടിയത് റീടെസ്റ്റാണ് വേണ്ടിയത്. അപ്പൊ നമുക്ക് ഈ റീടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നെങ്കിൽ പ്രീമിയം ചാർട്ടിലോ അല്ലെങ്കിൽ സ്പോട്ട് ചാർട്ടിലോ സംഭവിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഞാനിപ്പം 22,700 അതായത് 22,700 എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു സമയത്ത്, അതായത് 9:30 സമയപ്പോഴത്തേക്കും ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് റീടെസ്റ്റ് നടന്നു. അപ്പം ആ സമയത്ത് 22,700 എന്ന് പറയുന്നത് ഇന്ദമണിയാണ്. അപ്പൊ ഞാൻ ഇന്ദമണിയുടെ ചാർട്ട് കാണിക്കാം. അപ്പം ഇന്ദമണിക്കകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് 22,700 സിയുടെ ചാർട്ട്. അപ്പൊ 1 മിനിറ്റിനകത്ത് പ്രീമിയം ചാർട്ടിനകത്ത് ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ ആണ്. അപ്പം ഇവിടെ 9:32 സമയം, അതായത് പ്രീമിയം ചാർട്ടിൽ ഏകദേശം 9:32 സമയപ്പോഴത്തേക്കും കൂടെ കാണാൻ പറ്റും. അതായത് ഈ ഒരു സമയത്ത് സ്പോട്ട് ചാർട്ടിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, സ്പോട്ട് ചാർട്ടിൽ 1 മിനിറ്റിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് അവിടെ റീടെസ്റ്റ് നടക്കുന്ന സമയമാണ്. അപ്പം എക്സാക്ട്ലി ആ സമയപ്പോഴത്തേനും പ്രീമിയം ചാർട്ടിൽ പ്രൈസ് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ വേണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൾറെഡി പ്രീമിയം ചാർട്ടിനകത്ത് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു മാർക്കറ്റ് ഒരു റൈസ് തന്ന ലെവലാണ്. അപ്പം ഇതൊരു സപ്പോർട്ട് ലെവലാണ് പ്രീമിയം ചാർട്ടിനകത്ത്. അപ്പൊ നമുക്ക് സ്പോട്ട് ചാർട്ടിനകത്ത് ഇൻസൈഡ് ബാറിന്റെ ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ആയിട്ട് റീടെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ നമുക്കൊരു ചെറിയൊരു സപ്പോർട്ട് ലെവൽ ഉണ്ട് പ്രീമിയം ചാർട്ടിനകത്ത്. അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ 9:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രീമിയം ചാർട്ടിൽ അപ്പം ആ സമയത്ത് പ്രൈസ് എന്ന് പറയുന്നത് 294 അപ്പം ഇവിടുത്തെ പ്രീമിയം ചാർട്ടിലെ സപ്പോർട്ട് എന്ന് പറയുന്നത് 289 ആണ്. ഏകദേശം 5 രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ നമ്മുടെ എൻട്രിയുടെ പ്രൈസും നമ്മുടെ SL-ഉമായിട്ട്. അപ്പൊ നമുക്ക് ഒരു 5 രൂപ മാക്സിമം പ്രീമിയം ചാർട്ടിൽ നമുക്ക് SL ഇട്ടുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു 9:31 സമയമായപ്പോഴത്തേന്. അതായത് റീടെസ്റ്റ് നടന്ന സമയം, അതായത് സ്പോട്ട് ചാർട്ടിൽ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് റീടെസ്റ്റ് നടന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രീമിയം ചാർട്ടിൽ നമുക്ക് ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട് പ്രൈസിന്റെ. അപ്പം ഇവിടെ മാക്സിമം ഒരു 5 രൂപ നമ്മൾ SL ഇട്ടോണ്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു 9:31 പറയുന്ന സമയം. അപ്പം അവിടെ നിങ്ങൾ എൻട്രി എടുത്ത് ഒരു കോൾ ഓപ്ഷൻ 22,700 കോൾ ഓപ്ഷൻ നിങ്ങൾ മേടിക്കുമായിരുന്നെങ്കിൽ 295 മേടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. അപ്പം നമുക്ക് ആ ഒരു ടാർഗറ്റ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു 295 മേടിച്ച ഈ ഒരു 22,700 സി എന്ന് പറയുന്നത് നമുക്ക് 350 രൂപയ്ക്ക് നമുക്ക് കവർ ചെയ്യാമായിരുന്നു. അതായത് ഏകദേശം 295 എന്ന് പറയുമ്പോഴത്തേനും 350 എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒരു 55 പോയിന്റിന്റെ ഒരു അടിപൊളി ഒരു റിസ്ക് റിവാർഡ് കിട്ടുന്ന, അതായത് 9:30 ആയപ്പോഴത്തേനും നമ്മുടെ ഈ ഒരു പ്രൈസ് ആക്ഷൻ സെറ്റപ്പ് വരെ നമ്മൾ എൻട്രി ട്രിഗറായി
9:35 ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് 50 പോയിന്റ്, അതായത് പ്രീമിയത്തിൽ 50 പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അത് ഏകദേശം 5 രൂപ നമ്മുടെ SL എന്നുണ്ടെങ്കിൽ 1:10 എന്നുള്ള ഒരു റിസ്ക് റിവാർഡ് കിട്ടുന്ന ഒരു അടിപൊളി സെറ്റപ്പ്. അതായത് ഈ ഒരു സെറ്റപ്പ് മിക്കവാറും ദിവസങ്ങളിൽ ഓപ്പണിംഗിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഓപ്പണിംഗിൽ നിങ്ങൾക്ക് നല്ല ഒരു റിസ്ക് റിവാർഡ് കിട്ടുന്ന ഒരു എൻട്രി എടുക്കാൻ പറ്റും കോൾ ഓപ്ഷൻ ബൈയിങ്ങിൽ. അപ്പൊ നിങ്ങൾ ദയവായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ആ പ്ലേലിസ്റ്റിലുള്ള സ്ട്രാറ്റജി വീഡിയോ പ്ലസ് ആ സ്ട്രാറ്റജി ട്രിഗർ ആയിട്ടുള്ള ദിവസങ്ങളിലെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇന്നിപ്പോ ഈ ചെയ്യുന്നിരിക്കുന്ന വീഡിയോ പോലെ തന്നെ ഏതൊക്കെ ദിവസങ്ങളിലാണ് ആ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നു ആ വീഡിയോസ് നിങ്ങൾ കാണുക. അപ്പം കുറെ ദിവസങ്ങളിലെ സെയിം സെറ്റപ്പ് നമ്മൾ ട്രിഗർ ആകുന്ന വീഡിയോസ് കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഈ സെറ്റപ്പ് നമുക്ക് മനസ്സിലാവും. അപ്പം ഇത് ഓപ്പണിംഗിൽ തന്നെ നമുക്ക് ഇത്രയും ഒരു റിസ്ക് റിവാർഡ് ഒരു ട്രേഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ നിങ്ങൾ ഒത്തിരി സെറ്റപ്പുകളിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് മറ്റേ ഇങ്ങനെ പോകാതെ ഒരു 1-2 സെറ്റപ്പുകൾ മാത്രം നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റപ്പ് നിങ്ങളും കൂടെ നിങ്ങൾ ഇത് നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ലൈവ് മാർക്കറ്റിൽ ഓപ്പണിംഗിൽ ഈ പറയുന്ന സ്ട്രാറ്റജി പ്രകാരം ഈ സെറ്റപ്പ് ഫോം ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കിയിട്ട് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ 1-2 ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫെയിൽ ആയിരിക്കും, ചിലപ്പോൾ SL അടിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു എൻട്രി പോയിന്റ് കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ എന്നാൽ പോലും ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ എൻട്രി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും മാക്സിമം 5 to പ്രീമിയം ചാർട്ടിനകത്ത് 5 to 10 പോയിന്റ്സ് നമ്മുടെ മാക്സിമം നമ്മുടെ SL എന്ന് പറയുന്നത്. അതിനപ്പുറത്തോട്ട് SL ഉള്ള ഒരു ലെവലിൽ നിങ്ങൾ ഒരിക്കലും എൻട്രി എടുക്കരുത്. ഫോമോയിൽ ഒരിക്കലും എൻട്രി എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് അതിൽ കൂടുതൽ, അതായത് ഒരു 15-20 പോയിന്റ്സ് ഒക്കെ SL വെക്കുന്ന ലെവലിലാണ് പ്രൈസ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ യാതൊരു കാരണവശാലും നിങ്ങൾ എൻട്രി എടുക്കരുത്, ലീവ് ചെയ്തേക്കുക. നമുക്ക് ഒരിക്കലും അങ്ങനെ എൻട്രി എടുത്ത് പഠിക്കരുത്. കാരണം നമുക്ക് റിസ്ക് റിവാർഡ് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ റിസ്കിന്റെ ഒരു 3 to 5 അല്ലെങ്കിൽ 10 ടൈംസ് ഒക്കെ നമുക്ക് റിവാർഡ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റുള്ളൂ. നിങ്ങൾ പ്രീമിയം ചാർട്ടിൽ 30-40 പോയിന്റ് ഒക്കെ SL ഇട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ലോസിനെ കവർ ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് മാക്സിമം 5 to 10 പോയിന്റ്സ് നിഫ്റ്റിയിൽ SL ഇട്ടുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പഠിക്കുക. അപ്പൊ നിങ്ങൾ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.